ഓണം വരവായി. സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ. മാന്യമായ അകലം പാലിക്കാത്ത ചില ബന്ധങ്ങളും സാഹചര്യങ്ങളുമുണ്ട്. ഒരു രാജാവ് തൻ്റെ രാജ്യത്തിൻ്റെ ബൗണ്ടറി അളക്കുന്ന സമയത്ത് പറഞ്ഞു, ദസ് ഫാർ നോ ഫർദർ, അവിടം വരെയാകാം, അതിനുശേഷം അളക്കരുത് എന്ന്. അതൊരു സേയിങ് ആയി മാറി. നമ്മളൊരു വീട്ടിൽ പോകുമ്പോൾ അവർക്ക് തിരക്കാണോ എന്താണോ, യാത്ര ചെയ്യാൻ പോവുകയാണോ ഒന്നും അറിയാതെ ഒരു ഗസ്റ്റായിട്ട് കയറി ചെല്ലുന്ന, ഇപ്പം അധികം ആൾക്കാർ അങ്ങനെ ചെല്ലണമെന്നില്ല, എന്നാലും ഒരു ഉദാഹരണം പറഞ്ഞതാണ്. സ്വാതന്ത്ര്യത്തിൽ കയറി ചെല്ലുന്നു, അവരുടെ സന്തോഷവും അവരുടെ പ്ലാനൊക്കെ തെറ്റുന്നൊരവസ്ഥ, പിന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു രീതി. അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്തു വെച്ചിരിക്കുന്നു, ആ തീരുമാനത്തിൽ കയറി ഇടപെട്ട് അതിന് ചേഞ്ചസ് നിർബന്ധിച്ച് വരുത്തുന്നു, ഇതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആരുടെ തീരുമാനങ്ങളാണോ മാറ്റേണ്ടി വരുന്നത് അവർക്ക് കംഫർട്ട് പോയി, അവരുടെ എനർജി ഡൗൺ ആയി, അവരുടെ കോൺഫിഡൻസ് പോയി, അങ്ങനത്തെ ഒരു ഫീലാണ് ഉള്ളതെങ്കിൽ ശ്രദ്ധിക്കുക. ഇങ്ങനെ പറയാം, ഇപ്പോൾ വീട്ടിൽ വരുന്ന സാഹചര്യമാണെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് വരണേ, ചിലപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്ന് അറിയില്ലല്ലോ എന്നുള്ളത്. ഇപ്പം തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഇങ്ങനെ പറയാം, ഈ തീരുമാനമാണ് ഇപ്പം ഞങ്ങൾ എടുത്തിരിക്കുന്നത്, ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്നൊരു പാറ്റേൺ ചേഞ്ചും എല്ലാം കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് വരാം, അൺകംഫർട്ടബിൾ ആയി എന്ന് വരാം. പക്ഷേ പിന്നീടുള്ള യാത്ര കംഫർട്ടബിൾ ആകാൻ അത് സഹായിക്കും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.